ക്രിക്കറ്റ് ലോകത്തെ റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കാൻ ജനിച്ചവൻ. IPLന്റെ ചരിത്രത്താളുകളിൽ മറ്റാർക്കും തൊടാനാവാത്ത ഉയരത്തിലേക്ക് ആ രാജാവ് ഒരിക്കൽ കൂടി ബാറ്റ് വീശിയിരിക്കുന്നു. കാത്തിരിപ്പുകൾക്ക് വിരാമം. IPLൽ 9,000 റൺസ് എന്ന മാന്ത്രിക സംഖ്യ കടക്കുന്ന ലോകത്തിലെ ആദ്യ താരമായി വിരാട് കോഹ്ലി മാറിയിരിക്കുകയാണ്. ഡൽഹിക്കെതിരായ പോരാട്ടത്തിൽ വെറും 11 റൺസ് അകലെയായിരുന്ന ആ നാഴികക്കല്ല് തൻ്റെ ക്ലാസിക് ശൈലിയിൽ തന്നെ കോഹ്ലി മറികടന്നു. വെറും ഒരു റൺവേട്ടക്കാരനല്ല, മറിച്ച് IPLലെ അൺഡിസ്പ്യൂട്ടഡ് കിങ് താരം തന്നെയാണെന്ന് കോഹ്ലി അടിവരയിട്ട മത്സരം. ഡൽഹിയെ തകർത്തെറിഞ്ഞ് നിലവിലെ ചാമ്പ്യന്മാരായ RCB പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കുമ്പോൾ ആരാധകർക്ക് ആഘോഷിക്കാൻ ഇതിലും വലിയൊരു നിമിഷമില്ല. ഡൽഹിക്കെതിരായ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ 11 റൺസായിരുന്നു 9,000 റൺസ് നേട്ടത്തിലെത്താൻ വിരാട് കോഹ്ലിക്ക് വേണ്ടിയിരുന്നത്. 15 പന്തിൽ 23 റൺസോടെ കോഹ്ലി പുറത്താവതിൽ നിന്ന് ചരിത്ര റെക്കോർഡും RCBക്ക് ജയവും നേടിക്കൊടുത്തു. 2 സിക്സും 1 4ഉമാണ് കോഹ്ലി നേടിയത്. IPLലെ റൺവേട്ടക്കാരിൽ 2ാം സ്ഥാനത്തുള്ള രോഹിത് ശർമ്മയുടെ പേരിൽ 7,283 റൺസാണുള്ളത്. കോഹ്ലിയുടെ IPLലെ നിലവിലെ റെക്കോർഡ് തകർക്കാൻ ഇനിയൊരു താരം വളർന്നു വരേണ്ടിയിരിക്കുന്നു. IPLലെ രാജാവ് താനാണെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് കോഹ്ലി. IPLൽ ആദ്യം 4,000, 6,000, 7,000, 8,000, 9,000 റൺസ് നേടുന്ന താരമാണ് കോഹ്ലി. 40 ശരാശരിയിൽ 66 അർദ്ധ സെഞ്ചുറികളും 8 സെഞ്ചുറികളും ഉൾപ്പെടെയാണ് കോഹ്ലി IPLൽ മുന്നോട്ട് പോകുന്നത്. ഈ സീസണിൽ 8 മത്സരത്തിൽ നിന്ന് 350 റൺസോടെ റൺവേട്ടക്കാരിൽ കോഹ്ലി 4ാം സ്ഥാനത്തുണ്ട്. 3 അർദ്ധ സെഞ്ചുറികൾ ഈ സീസണിൽ അദ്ദേഹം നേടിക്കഴിഞ്ഞു. ഡൽഹിയെ 9 വിക്കറ്റിന് തകർത്ത് കിരീട പ്രതീക്ഷ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും നിലവിലെ ചാമ്പ്യന്മാരായ RCBക്ക് സാധിച്ചിരിക്കുകയാണ്. 76 റൺസ് വിജയലക്ഷ്യം 6.3 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ RCB മറികടന്നു. IPL ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലെ 2ാമത്തെ റൺ ചേസാണിത്. 81 പന്തുകൾ ബാക്കിയാക്കിയാണ് RCB ജയിച്ചത്. 2008-ൽ KKRനെതിരെ മുംബൈ ഇന്ത്യൻസ് 87 പന്ത് ബാക്കി നിർത്തി ജയിച്ചതാണ് ഈ റെക്കോർഡിൽ തലപ്പത്തുള്ളത്. 11 പന്തിൽ 20 റൺസ് എടുത്ത ജേക്കബ് ബദലിന്റെ വിക്കറ്റ് മാത്രമാണ് RCBക്ക് നഷ്ടമായത്. ദേവദത്ത് പടിക്കൽ 13 പന്തിൽ 3 വീതം 6ഉം 4ഉം ഉൾപ്പെടെ 34 റൺസുമായി പുറത്താവാതെ നിന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിക്ക് വലിയ ബാറ്റിംഗ് തകർച്ചയാണ് നേരിട്ടത്. 8 റൺസിനിടെ 6 വിക്കറ്റുകൾ നഷ്ടമായി. പവർ പ്ലേയിൽ വെറും 13 റൺസാണ് ഡൽഹി നേടിയത്. സ്വന്തം നാട്ടകത്തിലാണ് ഡൽഹിക്ക് ഇത്തരമൊരു തകർച്ച നേരിട്ടത് എന്നാണ് എടുത്തു പറയേണ്ടത്. യുവ ഓപ്പണർ സഹിൽ പരാഗിനെ മടക്കി ഭുവനേശ്വർ കുമാറാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. KL രാഹുൽ 2ാം ഓവറിലെ ആദ്യ പന്തിൽ ജോസ് ഹെയ്ഡൽവുഡിന് വിക്കറ്റ് നൽകി മടങ്ങി. സമീർ റിസ്മിയെ ഹൈസൽവുഡ് ഗോൾഡൻ ഡക്കാക്കി. സ്റ്റെപ്സ് 5 റൺസ് എടുത്ത് പുറത്തായപ്പോൾ ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ 3 പന്ത് നേരിട്ട് ഡക്കിന് മടങ്ങി. നിതീഷ് റാണയ്ക്ക് 1 റൺസ് മാത്രമാണ് നേടാനായത്. ഹൈസൽവുഡും ഭുവനേശ്വറും പവർ പ്ലേയിൽ 3 വിക്കറ്റുകൾ വീതം പങ്കിട്ടു. ഡേവിഡ് മില്ലറും അഭിഷേക് പോർലും ചേർന്ന് ടീമിനെ രക്ഷപ്പെടുത്തുമെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ 18 പന്തിൽ 19 റൺസ് എടുത്ത മില്ലറെ റാസിക് സലാംദാർ മടക്കി. KL ജാമിൻസൺ 12 റൺസ് എടുത്തപ്പോൾ കുൽദീപ് യാദവിന് 3 റൺസാണ് നേടാനായത്. 33 പന്തിൽ 30 റൺസ് എടുത്ത അഭിഷേക് പോർലിനെ പുറത്താക്കി ജോഷ് ഹൈസൽവുഡാണ് ഡൽഹിയുടെ പോരാട്ടം അവസാനിപ്പിച്ചത്. 16.3 ഓവറിൽ 75 റൺസാണ് ഡൽഹിക്ക് നേടാനായത്. ഹൈസൽവുഡ് 4ഉം ഭുവനേശ്വർ 3ഉം വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ റാസിക്കും സുയാഷും കുണാൽ പാണ്ഡ്യയും ഓരോ വിക്കറ്റ് വീഴ്ത്തി.